ഇവിടെ നമ്മുടെ സംസ്ഥാനം ഇതേ രീതിയിൽ നല്ല നിലക്ക് മുന്നോട്ട് പോകാനാകണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരെയും ചേർത്ത് നിർത്തുക, എല്ലാവരും കൂടി ചേർന്ന് അഭിപ്രായം പറയുക. നാടിൻ്റെ വികസനമാണല്ലോ. ഇപ്പോൾ നാട്ടിലെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ടാവും, വ്യത്യസ്ത ചിന്താഗതികളുണ്ടാവും. അധികാരത്തിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഓരോ തലത്തിലും അധികാരം കൈയാളുന്നത് ആര് വേണമെന്ന് ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത്. അങ്ങനെ ജനങ്ങൾ തീരുമാനിക്കുമ്പോൾ ജനങ്ങളുടെ മുന്നിലേക്ക് തീരുമാനിക്കപ്പെടേണ്ടവരായി ഈ വ്യത്യസ്ത അഭിപ്രായക്കാരെത്തുമ്പോൾ ചിലർ ജനങ്ങൾ സ്വീകരിക്കും, ചിലർക്ക് ആ പ്രദേശത്തിൻ്റെ ഭരണം നടത്താൻ കഴിയുന്നു. അതിൻ്റെ അർത്ഥം ആ പ്രക്രിയയിൽ പരാജയപ്പെട്ടു പോയവർ, പാർലമെന്ററി ഭാഷയിൽ പറഞ്ഞാൽ പ്രതിപക്ഷത്തിരിക്കുന്നവർ, അവർക്ക് നാടിൻ്റെ വികസന പ്രക്രിയയിൽ ഒരു പങ്കുമില്ലേ? നാട് നമ്മുടെ എല്ലാവരുടേതുമല്ലേ? ഞങ്ങൾ സ്വീകരിക്കുന്ന സമീപനം എല്ലാവരും ഇതിൽ പങ്കാളിത്തം വഹിക്കണമെന്നുള്ളതാണ്. എല്ലാവരും അവരുടെ നാടിൻ്റെ വികസനത്തിനായി കഴിയാവുന്ന പിന്തുണ നൽകണം. ഇവിടെ നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങളെടുത്താൽ വ്യത്യസ്തങ്ങളായ അധികാര രീതികൾ കാണാൻ കഴിയും. രാഷ്ട്രീയ അടിസ്ഥാനത്തിലെടുത്താൽ, മുന്നണി അടിസ്ഥാനത്തിലെടുത്താൽ പല ചേരികൾ അധികാരത്തിലുണ്ടാവും. എല്ലാവരുടെയും ഏകരൂപമായിരിക്കില്ല. ഈ പ്രക്രിയയിൽ എല്ലാവരും സഹകരിക്കുകയാണല്ലോ വേണ്ടത്. ഇതിനകത്ത് വേറെ അജണ്ടയില്ലാലോ. നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷന്റെ അതിർത്തിയിലെ വികസനത്തെക്കുറിച്ചാണല്ലോ. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണല്ലോ ചർച്ച ചെയ്യുക. ആ ചർച്ച തുറന്ന മനസ്സോടെ നടത്താലോ. എന്നാൽ ചിലയിടങ്ങളിൽ ആ തുറന്ന മനസ്സ് കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. നാടിൻ്റെ വികസന കാര്യങ്ങളിൽ ഒന്നിച്ചു നിൽക്കാൻ കഴിയുക എന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ ജനകീയാസൂത്രണ പ്രക്രിയ ആരംഭിച്ചപ്പോൾ എല്ലാവരെയും ഒന്നായി നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനാണ് ആ കാലത്ത് ശ്രമിച്ചിരുന്നത്. അതിന് നല്ല ഫലമുണ്ടായി. രാഷ്ട്രീയമായ അഭിപ്രായമുള്ളവർക്ക് രാഷ്ട്രീയ ചേരിതിരിവിൻ്റെ ഭാഗമായി അഭിപ്രായം പറയാനും തർക്കിക്കാനുമൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ടല്ലോ. പക്ഷെ ആ അഭിപ്രായങ്ങളും തർക്കങ്ങളുമെല്ലാം നാടിൻ്റെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലേക്ക് മാറാൻ പാടില്ലല്ലോ. എപ്പോഴും
നാടിൻ്റെ വികസനത്തിന് പ്രാധാന്യം കൊടുക്കണമല്ലോ. ആ ഒരു പ്രത്യേകത പലപ്പോഴും ഉത്തരവാദപ്പെട്ട ചിലർ കാണിക്കുന്നില്ല എന്നത് നിർഭാഗ്യകരമായൊരു കാര്യമാണ്. അതേപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ അല്ലെങ്കിൽ കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആ പ്രവർത്തനത്തിന് എല്ലാ പിന്തുണയും നൽകാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ടല്ലോ. ആ ബാധ്യത സംസ്ഥാന സർക്കാർ നിറവേറ്റണമല്ലോ. ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയും, ഒരു തരത്തിലുള്ള ഭേദചിന്തയുമില്ലാതെ കേരളത്തിലെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനത്തിന് ആവശ്യമായ പിന്തുണയാണ് സംസ്ഥാന സർക്കാർ നൽകി വരുന്നത്. ഞങ്ങള് സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരമുണ്ടായിരുന്നു. LDFും UDFും BJPയും എല്ലാം മത്സരിച്ചിട്ടുണ്ട്. LDFിനാണ് ഭൂരിപക്ഷം കിട്ടിയത്. BJPക്ക് ഒരു സീറ്റും കിട്ടിയില്ല നിയമസഭയിൽ. നിയമസഭയിൽ ഭൂരിപക്ഷത്തിന് വേണ്ടിയാണല്ലോ എല്ലാവരും ശ്രമിക്കുക. പക്ഷേ ഭൂരിപക്ഷത്തിന് വേണ്ടി ശ്രമിച്ച UDFിനോട് നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കൂ എന്നാണ് ജനങ്ങൾ പറഞ്ഞത്. അപ്പോൾ അധികാരത്തിൽ ഞങ്ങൾ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് LDFിന്റെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ മാത്രമാണോ ഞങ്ങൾ പിന്താങ്ങുന്നത്? LDFിന്റെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുണ്ട്, LDF നേതൃത്വം കൊടുക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുണ്ട്, UDF നേതൃത്വം കൊടുക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുണ്ട്. അപൂർവം BJPയുടെ നേതൃത്വത്തിലുള്ളതും കാണും. ഏതെങ്കിലും വേർതിരിവ് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടായി എന്ന് ഇതേവരെ ഒരാക്ഷേപവും ഒരു ഭാഗത്തു നിന്നും ഒരു കൂട്ടരും ഉന്നയിച്ചിട്ടില്ല എന്നത് നാം കാണണം. ഇതാണ് ജനാധിപത്യ പ്രക്രിയയുടെ അടിസ്ഥാനം. പക്ഷേ നമ്മൾ ദുരനുഭവം നേരിടുന്നവരാണ്. സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ആവശ്യമായ പിന്തുണയുടെ കാര്യം വരുമ്പോൾ അതിൽ സഹകരണമില്ലായ്മ, നിഷേധിക്കുന്ന നിലപാട്, ചിലത് തടയുന്ന നിലപാട്, ചിലത് വെട്ടിക്കുറക്കുന്ന നിലപാട് എല്ലാം കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാകുന്നു. ഒരു പ്രത്യേക രീതിയിലുള്ള പകപോക്കൽ പോലെ കേരളത്തോട് പെരുമാറുന്ന രീതി വരുന്നു. അതുണ്ട് എന്നുള്ളത് കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടേണ്ട കാര്യങ്ങൾ ആവശ്യപ്പെടാതിരിക്കുന്നുണ്ടോ സംസ്ഥാന സർക്കാർ? ആ ചെയ്ത കാര്യം ശരിയായില്ല എന്ന് പറയും. നിഷേധിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി എന്തെല്ലാം മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളൊക്കെ സ്വീകരിക്കും. എന്നാൽ എന്താണോ സംസ്ഥാനത്തിൻ്റെ ആവശ്യം, ആ ആവശ്യം പിന്നെയും കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ രാഷ്ട്രമാണ്. ഫെഡറൽ തത്വത്തിൻ്റെ അടിസ്ഥാനം ഇതാണ്. സുശക്തമായ കേന്ദ്രവും
സംതൃപ്തമായ സംസ്ഥാനങ്ങളും നല്ല രീതിയിൽ അധികാരങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന പ്രാദേശിക സർക്കാരുകളും ഈ ധാരണയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ വികസന സദസ്സ് ശരിയായ രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോ വികസന സദസ്സ് സംഘടിപ്പിക്കാൻ തയ്യാറാകാത്ത ഒരു കൂട്ടർ നേരത്തെ തന്നെ തയ്യാറായി, എല്ലാവരുടെയും വിവരം കൊടുത്തു. പിന്നെയാണ് പല കാര്യങ്ങളിലും ബഹിഷ്കരിക്കുന്ന നിലപാട് തുടർച്ചയായി സ്വീകരിക്കുന്ന നേതൃതല തീരുമാനം വരുന്നത്. അപ്പോൾ അവര് ആ പരിപാടികൾ തൽക്കാലം മാറ്റിവെച്ചു എന്നാണ് കേൾക്കുന്നത്. എന്താണിത്? ഇതാണോ ചെയ്യേണ്ടത്? നിങ്ങളാ വികസന സദസ്സ് നടത്തി ഇന്ന ആവശ്യങ്ങൾ നാളേക്കുണ്ട്, ആ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയല്ലേ വേണ്ടത്? അതിനോട് മുഖം തിരിച്ചു നിൽക്കുന്നത് ശരിയായ സമീപനമാണോ? ഇവിടെ ഇത്തരം കാര്യങ്ങൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു ഘട്ടമാണിത്. നമ്മുടെ നാടിൻ്റെ പ്രത്യേകതകളെടുത്താൽ പ്രകടമായ മാറ്റങ്ങൾ ഈ കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്തിൻ്റെ അനുഭവം എടുത്താൽ ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? ഒരു കാലത്ത് ഒരു 10 വർഷം മുമ്പ് നമ്മുടെ കേരളത്തില് നാഷണൽ ഹൈവേ എന്നതൊരു യാഥാർത്ഥ്യമാകുമെന്ന് ആരെങ്കിലും കണക്കാക്കിയിരുന്നു? ഇപ്പോ അടുത്ത ഡിസംബർ എന്ന് പറഞ്ഞാൽ ഇത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ കഴിഞ്ഞാൽ ഡിസംബറായി. വളരെ അങ്ങോട്ടുള്ളൊരു കണക്കല്ല ഞാൻ പറയുന്നത്. ആ ഡിസംബർ ആകുമ്പോഴേക്ക് നാഷണൽ ഹൈവേയുടെ നല്ലൊരു ഭാഗം പൂർത്തിയാകാൻ പോവുകയാണ്. പിന്നെ ഒരു 3 മാസം കഴിയുമ്പോൾ മാർച്ച് വരുന്നു, 2026 മാർച്ച്. അപ്പോഴേക്ക് അപൂർവ ഭാഗങ്ങൾ ഒഴികെ ബാക്കി മുഴുവൻ പൂർത്തിയാകുമെന്നതാണ് അവസ്ഥ. മാറ്റമല്ലേ? പ്രകടമായ മാറ്റമല്ലേ? നടക്കില്ല എന്ന് കരുതിയ ഏതെല്ലാം പദ്ധതികളാണ് നമുക്കിവിടെ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞത്? ഇപ്പോ നമ്മുടെ ചില അടുക്കളകളിൽ എത്തുന്ന ഗ്യാസ് ഇവിടെ നമ്മുടെ ഗെയിൽ പൈപ്പ് ലൈൻ ഇടാൻ കഴിയില്ല എന്ന് കണക്കാക്കി തിരിച്ചുപോയതാണ് അവർ. നമ്മുടെ കേരളത്തിൽ അത് പൂർത്തിയായി. പൂർത്തിയാക്കുക മാത്രമല്ല, കേരളത്തിലെ പല വീടുകളിലും പാചകവാതകമായിട്ട് ആ ഗ്യാസ് എത്തുന്നു. ഫാക്ടറികളുടെ ഇന്ധനമായിട്ട് മാറുന്നു. മാറ്റമല്ലേ? നമ്മുടെ തീരദേശ ഹൈവേ, നമ്മുടെ മലയോര ഹൈവേ, രണ്ടിലും കൂടി 10,000 കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാരാണ് മാറ്റിവെക്കുന്നത്.
കിഫ്ബിയിലൂടെയാണ് ആ പണം കണ്ടെത്തിയിട്ടുള്ളത്. നല്ല പുരോഗതി ഈ രണ്ട് കാര്യങ്ങളിലും ഉണ്ടാവുകയാണ്. നമ്മുടെ ജലപാത ഇവിടെ കോവളത്ത് നിന്ന് പുറപ്പെട്ട് കാസർഗോഡ് ബേക്കലിൽ എത്തേണ്ടതാണത്. ഇടയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ട്. കോഴിക്കോടിൻ്റെ ചില ഭാഗം, കണ്ണൂരിൻ്റെ ചില ഭാഗം, കാസർഗോഡിൻ്റെ ചില ഭാഗം പുതിയ കനാൽ വരണം. അപ്പോൾ അതിന് താമസം പിടിക്കും. അതിനിപ്പുറമെടുത്താൽ ഒരു നല്ല ഭാഗം പ്രതീക്ഷിക്കുന്നത് കോവളം മുതൽ ചേറ്റുവ വരെ ഈ വരുന്ന ഡിസംബറിൽ പൂർത്തിയാക്കാനാകുമെന്നാണ്. നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾ അങ്ങനെ ഒരു യാത്ര നടത്താൻ പുറപ്പെട്ടാലുള്ള ഒരു ഹരമെന്ന് ആലോചിച്ച് നോക്കി. അവരുടെ എന്തൊരു ഉല്ലാസമായിരിക്കും അവർക്ക് ബോട്ട് യാത്ര. ഇവിടെ നമ്മുടെ ആരോഗ്യമേഖല രാജ്യത്തിൽ ഒന്നാമതായി മാറിയിരിക്കുന്നു. പലതിനും ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങളുടെ ആകെ കേന്ദ്രം അമേരിക്കയാണെന്നാണല്ലോ ചിലരെല്ലാം പറയാറ്. അവിടുത്തെ നവജാത ശിശുക്കളുടെ മരണം അതിനേക്കാളും കുറഞ്ഞ മരണത്തോത് കേരളത്തിന് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ആരോഗ്യരംഗത്ത് വന്ന മാറ്റം. സൗകര്യങ്ങൾ ജനങ്ങൾക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. വിശദാംശങ്ങളിലേക്ക് പോയാൽ വലിയ സമയമെടുക്കും എന്നുള്ളത് കൊണ്ട് അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമ്മുടെ ആരോഗ്യരംഗം തകർന്നു പോയതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ആ തകർച്ചയിൽ നിന്നാണ് ഈ പുതിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തകർന്നെടുത്ത് നിന്ന് കൂടുതൽ തകരുകയല്ല ചെയ്തത്. തകർന്നുകൊണ്ടിരിക്കുന്ന ആരോഗ്യമേഖലയുടെ തകർച്ചക്കാദ്യം തടയിട്ടു. പിന്നെ മെല്ലെ പുരോഗതി നാടി. ആ പുരോഗതി എത്ര വേഗതയിലെന്നാണ് കാണേണ്ടത്. 2016 കഴിഞ്ഞ് കോവിഡ് വന്ന കാലം ആലോചിച്ച് നോക്കൂ. ആ കോവിഡ് വന്നപ്പോ ലോകം കേരളത്തെ ആശ്ചര്യത്തോടെയാണ് നോക്കിക്കണ്ടത്. എന്തുകൊണ്ട്? കോവിഡിന് മുന്നിൽ എല്ലാവരും മുട്ടുകുത്തി വീണു. ഈ പറഞ്ഞ സമ്പത്തിന്റെ പറുദീസ എന്ന് പറയുന്ന രാജ്യങ്ങളടക്കം മുട്ടുകുത്തി വീണു. എന്നാൽ കോവിഡിന്റെ മൂർധന്യ ദശയിലും കേരളത്തിൽ നാം ഒരുക്കിയ സൗകര്യങ്ങൾ, ആരോഗ്യ സൗകര്യങ്ങൾ, അതിനെ കവച്ചു വെക്കാൻ കോവിഡിന് കഴിഞ്ഞില്ല. അതിലാണ് ലോകം ആശ്ചര്യപ്പെട്ടത്. ആ കാലത്ത് എന്തെല്ലാം വാർത്തകൾ വെന്റിലേറ്ററിനെ പറ്റി നാം കേട്ടിട്ടുണ്ട്. ഇവിടെ ആവശ്യത്തിലധികം വെന്റിലേറ്ററുകൾ ഉണ്ടായിരുന്നു. അപ്പോഴും ഒഴിവുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അത് സാധിച്ചത്? നാം നടപ്പാക്കിയ
ആർദ്രം മിഷന്റെ ഭാഗമായി ആരോഗ്യരംഗത്തെ സജ്ജമാക്കി. സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളടക്കം ഒരുങ്ങി. അങ്ങനെയാണ് ആരോഗ്യരംഗം മെച്ചപ്പെട്ടത്. നമ്മുടെ സ്കൂളുകൾ എത്ര വലിയ തകർച്ചയായിരുന്നു. ഇപ്പോ ഗവേഷണം നടത്തുകയല്ലേ പലരും. എല്ലാവർക്കും നേരെ ബോധ്യമാകുന്ന തകർച്ചയായിരുന്നില്ലേ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരുന്നത്. സ്കൂളുകൾ അടഞ്ഞു പോകുന്നു. എത്ര സ്കൂളുകളായിരുന്നു അടച്ചുപൂട്ടാൻ നേരത്തെ തീരുമാനിച്ചിരുന്നത്? ആ സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നു. അതിന് പരിഹാരമായില്ലേ? ഇന്ന് രാജ്യത്തെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ രംഗം നമ്മുടെ കേരളത്തിൽ. ഇതല്ലേ വസ്തുത? ആ മാറ്റം ആർക്കാണ് ഗുണകരം? നമ്മുടെ സമൂഹം, പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കേണ്ട വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കുക, മികവാർന്ന അക്കാദമിക് നിലവാരമുണ്ടാക്കുക. അതിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിലെ മഹാഭൂരിഭാഗം ആളുകൾക്കാണ് ഗുണം ലഭിക്കുന്നത്. അതാണ് നാം കാണേണ്ടത്. ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗമൊക്കെ മെച്ചപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് നാടിനുള്ള പിന്തുണയാണ്, മഹാഭൂരിഭാഗം ജനങ്ങൾക്കുള്ള പിന്തുണയാണ്, പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കുമുള്ള പിന്തുണയാണ്. മറ്റേതെങ്കിലും ഒരു നാടിനെ എടുത്തുദാഹരിച്ചുകൊണ്ട് നമ്മെ, കേരളത്തെ ഇകഴ്ത്തി കാണിക്കാൻ സാധിക്കുമോ? എല്ലാം മുന്നിൽ നിൽക്കുന്ന ഈ അവസ്ഥ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ കേരളത്തിലുണ്ടായിരിക്കുന്നു. ഇവിടെ ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇനിയും വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കാർഷിക രംഗം അഭിവൃദ്ധിപ്പെട്ടില്ലേ? വലിയ അഭിവൃദ്ധി നേടാൻ നമുക്ക് കഴിഞ്ഞല്ലോ. ഇപ്പൊ കഴിഞ്ഞ ഓണം സീസൺ, ഓണത്തിന് എപ്പോഴും പച്ചക്കറിയെക്കുറിച്ച് വേവലാതിയാണല്ലോ. നമ്മുടെ കേരളത്തിൽ നല്ല രീതിയിൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞല്ലോ. വലിയ തോതിലല്ലേ ഉൽപ്പാദനം വർദ്ധിച്ചിരിക്കുന്നത്. പാല് സ്വയം പര്യാപ്തതയിലേക്ക് നമ്മൾ എത്തുകയാണല്ലോ. ഇപ്പൊ കാർഷിക രംഗത്ത് വരുന്ന മാറ്റം, വ്യാവസായിക രംഗത്ത് വന്നിട്ടുള്ള മാറ്റം, IT മേഖലയിൽ വന്നിട്ടുള്ള മാറ്റം എല്ലാം കണ്ണഞ്ചിപ്പിക്കുന്നതല്ലേ. ഈ മാറ്റം അതുകൊണ്ടെല്ലാം ആയി എന്നല്ല നമ്മൾ കാണുന്നത്. ഇനിയും നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ആ മുന്നോട്ട് പോകുന്നതിന് നാടാകെ ഒന്നിച്ചു നിൽക്കേണ്ടതായിട്ടുണ്ട്. നാടിൻ്റെ പൊതു അഭിപ്രായം അത് ഉയർന്നു വരിക എന്നത് ഏറ്റവും പ്രധാനമാണ്. പുതിയൊരു രീതി കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്.
സാധാരണ സർക്കാരും ജനങ്ങളും തമ്മിലുള്ള ഇഴയടുപ്പം വർദ്ധിപ്പിക്കുക, അതിനുള്ള ഇടപെടൽ ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും ഈ ഒരു ധാരണ പരമ്പരാഗതമായുള്ളതാണ്. അത് മാറ്റുകയാണ്, മാറി വരികയാണ്. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ. ആ ബോധം പൊതുവിൽ സൃഷ്ടിക്കാൻ കേരളത്തിൽ കഴിയുകയാണ്. അതിൻ്റെതായ ഒട്ടേറെ ഇടപെടലുകൾ ഇപ്പോ നൽകിയ വാഗ്ദാനങ്ങൾ അവ എത്ര കണ്ട് നടപ്പാക്കി? നമ്മുടെ രാജ്യത്തെവിടെയും അങ്ങനത്തെ പരിപാടിയില്ല, ലോകത്തെവിടെയെങ്കിലും ഉണ്ട് എന്ന് കേട്ടിട്ടുമില്ല. എന്നാൽ നമ്മൾ കഴിഞ്ഞ കാലയളവ് കൃത്യമായി നടപ്പാക്കി. 2016, 21 ആയപ്പോൾ ഓരോ വർഷവും ജനങ്ങളുടെ മുന്നിൽ പ്രോഗ്രസ് റിപ്പോർട്ട് വെച്ചതിന് പുറമെ 21 ആയപ്പോൾ മൊത്തം റിപ്പോർട്ട് വെച്ചു. ഇപ്പോ 21, 26 കഴിഞ്ഞ വർഷം വരെയുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അടുത്ത വർഷം ഏതാനും മാസം കഴിയുമ്പോൾ ആ പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഈ 5 വർഷം എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്ന രൂപം അവതരിപ്പിക്കാൻ പോവുകയാണ്. ഇതൊക്കെ ജനങ്ങളോടൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ ആ കാര്യം നടപ്പാകണമെന്ന നിർബന്ധത്തിന്റെ ഭാഗമായാണ്. അസാധ്യം എന്ന് കരുതി കാര്യങ്ങൾ മാറ്റിവെക്കുന്നൊരു രീതിയല്ല കേരളത്തിൽ സ്വീകരിച്ചു വരുന്നത്. ഇവിടെ നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ ബഹുമാനായ മന്ത്രി പറഞ്ഞതുപോലെ അതിദാരിദ്ര്യം ലോകത്തെല്ലായിടവുമുണ്ട്. നമ്മുടെ രാജ്യത്ത് കുറെ കൂടുതലാണ്, വിവിധ സംസ്ഥാനങ്ങളിലുണ്ട്. അതെങ്ങനെ പരിഹരിക്കാമെന്ന് വലിയ തോതിൽ ആലോചന ഉണ്ടായിട്ടില്ല. എന്നാൽ നാം ആ ആലോചനയെ കടന്നു. എങ്ങനെ പരിഹരിക്കാം? ആ പരിഹാര ശ്രമങ്ങളുണ്ടായി. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇത് സെപ്റ്റംബർ അവസാനം, അടുത്ത മാസം കഴിഞ്ഞാൽ നവംബർ 1. ആ നവംബർ 1 ഇന്ത്യ രാജ്യത്ത് അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറി എന്ന ഔദ്യോഗിക പ്രഖ്യാപനം നടത്താനാകും എന്ന നിലയിലാണ് നിൽക്കുന്നത്. ഇതാണ് കേരളം സ്വീകരിക്കുന്ന നില. ആ നില കൂടുതൽ ശക്തിപ്പെടേണ്ടതായിട്ടുണ്ട്, കൂടുതൽ നല്ല രീതിയിലേക്ക് ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. അതിന് എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയുമാണ് വേണ്ടത്. സങ്കുചിതമായ വികാരങ്ങളുടെ ഭാഗമായി അത്തരം കാര്യങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കാൻ പാടില്ല. നാടിന്റെ വികസനത്തിന് കൂടെ നിൽക്കാൻ പറ്റണം. ഏതായാലും ഇതൊരു പൊതു അഭ്യർത്ഥനയാണ്. കൂടെ നിന്നില്ലെങ്കിലും വികസനം നടപ്പാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന കാര്യം മറ്റൊന്ന്, അത് വേറെ, അത് അതിൻ്റെതായ പുറക്ക് നടക്കും. പക്ഷേ അതല്ലാലോ, എല്ലാവരും സഹകരിക്കുക എന്നുള്ളതാണല്ലോ വേണ്ടത്. ആ സഹകരണം എല്ലാവരിൽ നിന്നും ഉണ്ടാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ചുവടുവെപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു മാസക്കാലം എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ ഇതുപോലുള്ള വികസന സദസ്സുകൾ നടക്കുകയാണ്. ഈ വികസന സദസ്സിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട്
അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.